കട്ടൻ ചായ 141. കട്ടൻ ചായ 141 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ തരുന്ന സഹായ സഹകരണങ്ങളിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. എനിക്ക് 3119 സബ്സ്ക്രൈബേഴ്സിനെ തന്നതിൽ ഞാൻ നന്ദി പറയുന്നു. All subscribers are welcomed to this program. Let us make a cup of black tea. For that, we need the following ingredients: ഇഞ്ചി, കറുവാപ്പട്ട, ഏലക്ക, തേയില, മധുരം, വെള്ളം. സ്റ്റാർട്ട്. നമുക്ക് ടീക്ക് വുഡ് പെക്കർ എന്ന കമ്പനി നമുക്ക് തന്ന കട്ടിംഗ് ബോർഡിൻ്റെ മുകളിൽ എല്ലാ സാധനവും നമ്മൾ അറേഞ്ച് ചെയ്യുകയാണ്. എന്നെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സഹായി കൂടിയുണ്ട്. എല്ലാ സാധനവും എടുത്തു വയ്ക്കും. ആദ്യം ഓരോന്നോരോന്ന് എടുത്തു വയ്ക്കുകയാണ്. അതിനുശേഷം ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയാം. എങ്ങനെയാണ് ഇൻഗ്രീഡിയൻസ് എന്താണെന്നൊക്കെ അത് വെച്ച് കഴിഞ്ഞിട്ട് പറയാം. ഓരോ ഐറ്റംസ് വയ്ക്കുകയാണ്. ഈ പ്രോഗ്രാം നിങ്ങൾ ഇത് മോശമാകുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇത് പറ്റുന്നില്ലെങ്കിൽ നിർത്തിക്കോളാൻ പറഞ്ഞാൽ അന്ന് ഞാൻ നിർത്തും. ഏതെങ്കിലും ഒരാൾ പോലും ഇത് കാണാതെ വരുന്നൊരു ദിവസം വരുമല്ലോ, അന്ന് പരിപാടി നിർത്തി പൂട്ടിക്കെട്ടി ഞാൻ ആഫീസ് കെട്ടി അടച്ച് സ്ഥലം വിടും. അപ്പോൾ എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഞാൻ അതായത് ഒന്നുകൂടെ അത് കാണിക്കുന്നുണ്ട്. എല്ലാം ഓരോന്നോരോന്നായിട്ട് കാണിക്കുന്നുണ്ട്. അന്നേരം അത് പറയാം അതിനെക്കുറിച്ച്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ലിപ്ടൺ കമ്പനിയുടെ ഡാർജിലിംഗ് ചായപ്പൊടി. പിന്നെ ഇത് ഇഞ്ചി. അടുത്ത ഐറ്റം കറുവാപ്പട്ട, ഏലക്ക മിശ്രിതം. അത് ഒന്നിച്ചുള്ളതും അരിഞ്ഞിട്ടുള്ളതും. ഇത് ഷുഗർ ഫ്രീ സ്വീറ്റ്നർ. അതിൻ്റെ മഞ്ഞ സ്പൂണിനകത്ത് 1 സ്പൂൺ എടുത്തു കഴിഞ്ഞാൽ 1 സ്പൂൺ പഞ്ചസാരയ്ക്ക് ഇക്വലൻ്റ് മധുരമാണ് അതിന്. പക്ഷേ അതിൻ്റെ ദോഷങ്ങളുണ്ടാവില്ല. കപ്പും കാണിച്ചു. ഇത് നമ്മുടെ ഇൻഡക്ഷൻ കുക്കർ. ഇതിൻ്റെ പുറത്താണ് സാധനങ്ങളൊക്കെ പാചകം ചെയ്യാൻ വെക്കുന്നത്. ഇത് ചെരുവത്തിൻ്റെ അകത്ത് വെള്ളം ഒഴിക്കാനുള്ളതാണ്. ഇത് ഫിൽറ്ററിങ് യൂണിറ്റ്. അതിനകത്തൊരു അരിപ്പ, 1 സ്പൂണ്, 1 മഗ്. ഇത് വെള്ളം 2 ഗ്ലാസ് വെള്ളമുണ്ട് അതിൻ്റെ അകത്ത്. അപ്പം വർക്ക് ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ സഹായിയാണ് എല്ലാ പണിയും ചെയ്യുന്നത്. ഞാൻ വെറുതെ ഷൂട്ടിങ് മാത്രമേ ഉള്ളൂ. എൻ്റെ ഇമ്പ്രൂവ്മെൻ്റാണത്. അതായത് ഞാൻ ഒറ്റയ്ക്ക് തുടങ്ങിയത് ഇപ്പോൾ എനിക്കൊരു കൂട്ടായി ഒരാൾ. കൂട്ടായി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും സബ്സ്ക്രൈബ് ചെയ്തതെന്നല്ല, അതൊരു പേഴ്സൺ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഇപ്പോൾ ഉണ്ടെന്നുള്ളതാണ്. വെള്ളം അടുപ്പിൽ വെച്ചു. അടുപ്പ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇൻഡക്ഷൻ കുക്കർ എന്നതിനർത്ഥം. അടുപ്പിലേക്ക് നമ്മൾ വെച്ചു. അതിൻ്റെ ഹീറ്റർ ഓൺ ചെയ്തു. ആദ്യം ഇഞ്ചി ഇട്ടു. ഇഞ്ചിയുടെ പുറകെ കറുവാപ്പട്ട, ഏലക്ക ഇതിലിട്ടു. സ്ഥിരം പരിപാടിയാണ്. അപ്പോൾ ഇത് ഇനി 2 മിനിറ്റ് നേരം തിളച്ച് വരാനെടുക്കും. അപ്പോൾ 2 മിനിറ്റ് നേരത്തേക്ക് നിങ്ങളോട് എനിക്ക് പേഴ്സണലായിട്ട് സംസാരിക്കാനുള്ള കാര്യങ്ങൾ 2 മിനിറ്റായിട്ട് നമ്മൾ നേരത്തെയും പറയുന്നതാണ്. അപ്പോൾ ഇപ്പം നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രോഗ്രാം മോശമാണെങ്കിൽ മോശമാണെന്ന് കമൻറ്റിൽ നിങ്ങൾക്ക് പറയാം. നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയാം. കണ്ടില്ലെങ്കിൽ കണ്ടില്ലെന്നും പറയാം. ജസ്റ്റ് ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് അത് ഉണ്ടോ ഇല്ലെന്ന് നോക്കിയിട്ട് 3 സെക്കൻഡ് നേരത്തേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് പോയാൽ മതി. അതായിരിക്കും വ്യൂവേഴ്സ് കൂടുന്നതിൽ മാത്രമേ എനിക്ക് പ്രശ്നമുള്ളൂ. വാച്ച് അവറിനോട് ഞാൻ ഇത്ര വലിയ പ്രതിപത്തി പുലർത്തുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു തുടക്കക്കാരനാണ്. 6 മാസമേ ആയുള്ളൂ. അപ്പോൾ നമ്മൾ വാച്ച് അവറിനെ കുറിച്ച് 3000 വാച്ച് അവർക്ക് ഈ ജന്മത്ത് കിട്ടുമോ എന്നുള്ളതിന് വലിയ പ്രതീക്ഷയൊന്നുമില്ല. എങ്കിലും നിങ്ങളിത് ഒന്ന് കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് ഉണ്ടോ എന്ന് നോക്കുക. കട്ടൻ ചായ ഇന്നുണ്ടോ എന്ന് നോക്കിയിട്ട് നോക്കുക. ബസ് ഇത്രയും ചെയ്താൽ മതി. വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. എൻ്റെ സബ്സ്ക്രിപ്ഷൻ ആർക്ക് വേണമെങ്കിലും കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ സബ്സ്ക്രിപ്ഷൻ വേണമെന്നുള്ളവർ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എൻ്റെ 1500 വീഡിയോയിലുണ്ട്, കുഞ്ഞും വലുതായിട്ട്. 1500 വീഡിയോയിൽ ഏതെങ്കിലും ഒരു വീഡിയോയുടെ അടിയിൽ പോയിട്ട് ഏതെങ്കിലും ഒരു ഇമോജി ഇട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ചാനലിൽ പോയി അവരുടെ വീഡിയോ കണ്ട് അത് ലൈക്ക് ചെയ്ത് അവരെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യും. അങ്ങനെ ഒത്തിരി പേരെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കാണുന്ന കാഴ്ചക്കാരല്ലാത്തവർ, അതായത് വെറും കാഴ്ചക്കാരല്ല, ഈ യൂട്യൂബേഴ്സ്, ആദ്യം യൂട്യൂബ് തുടങ്ങി വരുന്നവർ, അങ്ങനെയുള്ളവരോടാണ് ഞാൻ ഈ പറഞ്ഞത്. വെറും കാഴ്ചക്കാർ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് സബ്സ്ക്രിപ്ഷൻ വേണ്ട. അവർ ലൈക്കും കമൻറ്റും അടിച്ച് പോകുന്ന ടീമാണ്. അപ്പോൾ വെള്ളം തിളച്ചപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അതിലേക്ക് നമ്മുടെ ലിപ്ടൺ കമ്പനിയുടെ ചായ ഇട്ടു. ഇനി നമുക്കത് 2 മിനിറ്റ്, 3 മിനിറ്റ്, 5 മിനിറ്റ് ഏതെങ്കിലും ഇത്രയും, അതായത് 2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കളറ്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഷുഗർ ഫ്രീ സ്വീറ്റ്നർ ഇടാനായിട്ടെല്ലാം റെഡിയാക്കി. ഫിൽറ്ററിങ് യൂണിറ്റിലേക്ക് നമ്മൾ ആ ഷുഗർ ഫ്രീ
സ്വീറ്റ്നർ ഇട്ടു. എന്നിട്ട് അതിലേക്ക് ചായ ഒഴിച്ചു അരിക്കാനായിട്ട് ഫിൽറ്റർ ചെയ്തെടുത്തു. ഇവിടെ ഗ്ലാസ്സിൽ വന്ന പാത്രം കൺവീനിയൻ്റ് അല്ല എന്ന് തോന്നിയുകൊണ്ട് ഞാൻ വീണ്ടും നമ്മൾ പഴയ മഗ്ഗിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളതിട്ട് ഇളക്കി, പഞ്ചസാര ഇട്ട് ഇളക്കി, പഞ്ചസാരയല്ല മധുരം ഇട്ട് ഇളക്കി കപ്പിലേക്ക് ഒഴിച്ചു. കപ്പിലേക്ക് ഒഴിക്കുന്നപ്പോൾ നമ്മൾ ആ ക്യാമറ പിടിച്ചുകൊണ്ടുള്ള കൈ ഇല്ലാത്തതുകൊണ്ട് താഴെയൊന്നും പോകുന്നില്ല, വളരെ നന്നായിട്ട് വരുന്നുണ്ട്. ഇനി ഇത് ഇവിടുന്ന് എടുത്തു അപ്പുറത്ത് മുറിയിൽ കൊണ്ടുവച്ചു പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി വളരെ ആദരവോടുകൂടി തന്നെ നമ്മൾ ബൈബിൾ കൊണ്ടുവന്നു. ഇനിയത്തെ പ്രോഗ്രാം സീരിയസ് ആണ്, അതായത് വളരെ വളരെ ഭക്തി ആദരവോടുകൂടി ചെയ്യുന്നൊരു പ്രോഗ്രാമാണിത്. ഈ ഒരു പ്രോഗ്രാമാണ് ഈ പ്രോഗ്രാമിൻ്റെ വിജയം. അതായത് ഈ ഒരു സീനാണ് നമുക്ക് വചനം തരുന്നത്. ഡെയിലി ബ്ലെസ്സിങ് 30-ാം തീയതിത്തെ ഡെയിലി ബ്ലെസ്സിങ് ആണ് നമ്മളിപ്പം, അതായത് നമ്മൾ ഇച്ചിരി പുറകിലാണ്. ഡെയിലി ബ്ലെസ്സിങ് രാവിലെ 5:30 മണിക്ക് തുടങ്ങുന്നതാണ്. നിങ്ങളെല്ലാവരും കാണുകയാണെങ്കിൽ നന്നായിരിക്കും. ഇന്നത്തെ വചനം സഭാപ്രസംഗകൻ 4-ാം അധ്യായത്തിൽ 12-ാമത്തെ തിരുവചനമാണ്. അത് നമ്മൾ ബൈബിളിൽ അത് കാണിക്കുന്നു. അതിനുശേഷം അത് വായിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ സ്ക്രീൻഷോട്ടിൽ നോക്കി ഞാൻ വായിക്കുന്നു. വചനം സഭാപ്രസംഗൻ അധ്യായം 4 12-ാമത്തെ തിരുവചനം. ഒറ്റയ്ക്കായിരിക്കുന്നവനെ കീഴ്പ്പെടുത്താൻ സാധിച്ചേക്കാം, 2 പേരാണെങ്കിൽ ചെറുക്കാൻ കഴിയും, മൂപ്പിരിച്ചരട് വേഗം പൊട്ടുകയില്ല. വചനം ഇവിടെ തീർന്നു. പ്രാർത്ഥനയാണ് ഇനി. കർത്താവെ, ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാം കണ്ട എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ വീഡിയോ ഇവിടെ സമാപിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, ആക്ഷേപങ്ങൾ എന്നിവ എന്നെ അറിയിക്കാൻ ശ്രമിക്കുക. നാളെ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. And this is the end of this program. Shubham. Good luck.